വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ കൊണ്ട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിസരം നിറയുന്നു. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് ആർക്കും ഉപകരിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇവ ലേലം ചെയ്ത് നൽകുന്ന നടപടികൾ സാങ്കേതികത്വത്തിൽ തട്ടി വൈകുന്നതിലൂടെ സർക്കാരിന് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിസരം ഇപ്പോൾ ആക്രിക്കടകൾക്ക് തുല്യമാണ്. വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചാണ് ആക്രി രൂപത്തിലായിരിക്കുന്നത്. ചിലയിടത്ത് വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിന് മുകളിൽ കാടുകൾ മൂടിക്കഴിഞ്ഞു. ഭൂരിഭാഗം വാഹനങ്ങളും നടപടിക്രമം പാലിച്ച് വാഹനങ്ങൾ പരസ്യ ലേലം ചെയ്താൽ സർക്കാരിന് വരുമാനമുണ്ടാവുമെങ്കിലും ആഭ്യന്തരം, എക്സൈസ് വകുപ്പുകൾ സംയോജിതമായി ഇടപെടൽ നടത്താത്തതാണ് വാഹനങ്ങൾ ഇങ്ങനെ കിടന്ന് നശിക്കാൻ കാരണം. അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി 3 വർഷത്തിനുള്ളിൽ ലേലം നടത്തണമെന്നാണ് നിയമം. പക്ഷേ 30 വർഷം വരെ പഴക്കം ചെന്ന വാഹനങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെയും എക്സൈസ് ഓഫീസിന്റെയും വളപ്പിൽ കിടക്കുന്നുണ്ട്. അവസാനമായി 6 വർഷം മുമ്പാണ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടപടിക്രമം പാലിച്ച് ഇരുചക്ര വാഹനങ്ങൾ ലേലം ചെയ്തത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിയമത്തിൻ്റെ നൂലാമാലയിൽപ്പെട്ട് ഇത്തരം വാഹനങ്ങൾ അത് കേസ് തീർപ്പാക്കി ഒന്നെങ്കിൽ ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടി അത് അടിയന്തരമായിട്ട് ലേലം ചെയ്ത് വസ്തുവിലാക്കേണ്ടതാണ്. കാരണം ഇതുവഴി ഒട്ടേറെ വരുമാനം ഗവൺമെൻറ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് നിരവധി വർഷങ്ങളായിട്ട് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള വാഹനങ്ങൾ അവിടെ തുരുമ്പ് എടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഗവൺമെൻറ്റും ചെയ്യുന്നത്. സ്റ്റേഷൻ വളപ്പുകളിൽ എത്ര വാഹനങ്ങൾ ഉണ്ടെന്ന കണക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും. വിവിധതരം കാറുകൾ, ലോറി എന്നിവയും സ്റ്റേഷൻ വളപ്പുകളിൽ കിടന്ന് നശിക്കുന്നതിൽപ്പെടും. കൊലപാതകവും, വാഹനാപകടം, മദ്യം കടത്തൽ, മതിയായ രേഖയില്ലാത്തത് തുടങ്ങിയ കേസുകളിൽ പിടിക്കപ്പെട്ടതാണ് ഈ വാഹനങ്ങൾ. തീർപ്പാക്കേണ്ടത് കോടതിയുമാണ്. കേസിൽ തീർപ്പാക്കുന്നതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥനോ കോടതിയോ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന തരത്തിൽ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയാൽ ഇതിനൊരു പരിഹാരമാവും. അല്ലെങ്കിൽ ഇങ്ങനെ നശിക്കേണ്ടി വരുന്നത് കോടികളുടെ മുതലും സർക്കാരിലേക്ക് വരേണ്ട വരുമാനവുമായിരിക്കും ഇല്ലാതാവുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.